IIT സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ട സ്ഥാപനമല്ല. മദുരാശിയിലെ സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ് വിദഗ്ധ സ്ഥാപനത്തെ ഹൈക്കോടതി തന്നെയാണ് പരിശോധനയ്ക്ക് IITക്കൊപ്പം ചുമതലപ്പെടുത്തിയത്. രണ്ടു കൂട്ടരുടെയും പഠന റിപ്പോർട്ട് രാഷ്ട്രീയ റിപ്പോർട്ടല്ല. ഇതിന് നിർമ്മാണ വൈകല്യമുണ്ട്, ജനിതക വൈകല്യമുണ്ട് എന്നാണ് കണ്ടത്. കിറ്റ്കോ ആദ്യമായി തയ്യാറാക്കിയ പദ്ധതി, ആ പദ്ധതി പ്രകാരം സ്ഥലം ഏറ്റെടുക്കാതെ ഈ പദ്ധതി സാധ്യമല്ലായിരുന്നു. സ്ഥലം ഏറ്റെടുക്കൽ ഒഴിവാക്കിയത് MLAയുടെ കുടില താല്പര്യത്തിൻ്റെ ഭാഗമായിട്ടാണ്. അതിൻ്റെ ഭാഗമായി ശാസ്ത്ര റോഡിന് നടുവിൽ PWD അനുമതിയില്ലാതെ തൂണ് സ്ഥാപിച്ച് വൈകല്യം നിറഞ്ഞ ഒരു മേൽക്കൂര ഉണ്ടാക്കി വെച്ചു. ഇതാണ് പ്രതിസന്ധിക്ക് കാരണം. ഇതെല്ലാം കോട്ടയം MLA ഉണ്ടാക്കിയതാണ്. ഇവിടെ അദ്ദേഹം നടത്തിയത് വികസനമായിരുന്നില്ല. വികസനം എന്താണെന്ന് കാണണമെങ്കിൽ അദ്ദേഹം തൃശ്ശൂരേക്ക് വരിക. യാത്ര ചെലവ് മുടക്കാൻ ഞങ്ങൾ തയ്യാറാണ്. ഇല്ലെങ്കിൽ ശബരിമലയിൽ റോപ്പ് വേ ഉണ്ടാക്കുന്നുണ്ട്, അദ്ദേഹത്തിന് വരാം, കാണാം എങ്ങനെയാണ് LDF സർക്കാർ പദ്ധതികൾ തയ്യാറാക്കുന്നത്. 1 ഇഞ്ച് സ്ഥലം ഏറ്റെടുക്കാതെ, എവിടെ ഒരു ലിഫ്റ്റ് സ്ഥാപിക്കുമെന്ന് വ്യക്തമാക്കാതെ, ജനങ്ങളെ കബളിപ്പിക്കാൻ തട്ടിക്കൂട് പദ്ധതി ഉണ്ടാക്കി ഇതിനായി മുടക്കിയ മുഴുവൻ പണവും ഈ MLA വീട്ടിൽ നിന്ന് തിരിച്ചടയ്ക്കണം. ഇത് ജനങ്ങൾക്കെതിരായ വെല്ലുവിളിയാണ്, പണം അഴിമതിയാണ്, ധൂർത്താണ്. അത് 90% പിടിക്കപ്പെട്ടിരിക്കുന്നു. ഹൈക്കോടതി ജഡ്ജിയുടെ വീട്ടുമുറ്റത്ത് സദസ്സ് നടത്തുമോ? കോടതിയുടെ കയ്യിലാണ്, കോടതിയാണ് ഇത് കൈകാര്യം ചെയ്യുന്നത്. കോടതിക്ക് വിധേയമാണ് കാര്യങ്ങൾ. ഹൈക്കോടതിയിലെ ജഡ്ജിയുടെ വീട്ടുമുറ്റത്തേക്കാണോ സദസ്സുമായിട്ട് പോണത്? ഒരു രാഷ്ട്രീയ കളിക്കിന് സ്ഥാനമില്ല ഇക്കാര്യത്തിൽ. ശാസ്ത്ര റോഡിന് നടുവിലെ സ്ഥാപിക്കപ്പെട്ട ഈ തൂണ് വികസനത്തിന് നല്ലതാണോ മോശമാണോ? കോട്ടയത്തെ ശാസ്ത്ര റോഡ് ഗതാഗത കുരുക്ക് ഉണ്ടാക്കിയതിന് ആരാണ് ഉത്തരം പറയേണ്ടത്? ആദ്യം ആ കുരുക്ക് മാറ്റട്ടെ, എന്നിട്ട് നമുക്ക് സംസാരിക്കാം.